സീറോ മാർക്കാണ് മന്ത്രിമാർക്കും ഇടതുപക്ഷ MLA-മാർക്കും സർക്കാരിനും. കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം ഓരോ മേഖലയും താർന്നൂടെ അഴിമതി കുടികൊത്തു വാഴുകയാണ്. ഇവിടുന്നുള്ള മന്ത്രിയാണ് റിയാസ്. റിയാസിന്റെ മണ്ഡലത്തിൽ എന്താ നടന്നത്? 2-3 ഫെസ്റ്റ് നടത്തി. എന്തായിരുന്നു ഫെസ്റ്റിന്റെ ബൈ പ്രൊഡക്റ്റ്? എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെലവാക്കിയത്? എന്തെങ്കിലും കണക്ക് വെച്ചോ? ഇല്ല. ഒട്ടനവധി മേൽപ്പാലങ്ങൾക്ക് പെയിന്റ് അടിച്ചു. എത്രയാ അടിച്ചു മാറ്റിയത്? സ്വർണം കൊണ്ടല്ലോ പെയിന്റ് അടിക്കുന്നത്. സാധാരണ പെയിന്റ് അല്ലേ? പെയിന്റ് അടിച്ചിട്ട് പണം അടിച്ചു മാറ്റുകയാണ്. എന്ത് ടൂറിസം പദ്ധതിയാണ് കൊണ്ടുവന്നത്? കോഴിക്കോട്ടെ നമ്പർ 1 ടൂറിസം ആണ് കാപ്പാട്. ഇരിങ്ങൽ എന്ത് കൊണ്ടുവന്നവിടെ? എന്ത് മാറ്റം കൊണ്ടുവന്നു? പിണറായി വിജയന്റെ കോഴിക്കോട് ജില്ലയിലെ നേട്ടം എന്ന് പറഞ്ഞാൽ ചില CPM നേതാക്കളുടെ അമിതമായ സ്വത്ത് സമ്പാദനം മാത്രമാണ്. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ജില്ലയിലെ നേതാക്കൾ വരെ ഒരു കച്ചവടമാക്കി ഈ ഭരണത്തെ ഉപയോഗിക്കുന്നു. ബാലുശ്ശേരി ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഒരു കോറിക്കാരോട് ചോദിച്ച കൈക്കൂലി 2 കോടി രൂപയാണ്. ദേശീയപാത തങ്ങളുടേതാണെന്ന് പറഞ്ഞ് മത്സരിച്ച് ഫ്ലക്സ് വെച്ചവർ ഇവിടെ ഇന്ന് ഇപ്പോൾ വെച്ച ഫ്ലക്സ് ഒക്കെ എടുത്ത് മാറ്റിയല്ലോ. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുകയാണ്. ഇതിനോടനുബന്ധിച്ചുള്ള വാർഡ് വിഭജനം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഈ വാർഡ് വിഭജനത്തെ സംബന്ധിച്ച് പുറത്തു വരുന്നത്. പലയിടത്തും CPIM-കാർ തങ്ങളുടെ അധികാരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് വിജയിക്കാൻ തക്ക വിധത്തിലാണ് വാർഡ് വിഭജനം നടത്തിയത് എന്നാണ് UDF-ന്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരോപിക്കുന്നത്. പലയിടത്തും അധികാരികൾ CPM-കാരുടെ വാർഡ് വിഭജനത്തിന് യാതൊരു പരിശോധനയുമില്ലാത്ത രീതിയിൽ പച്ചക്കൊടി കാണിക്കുക പോലും ചെയ്തു എന്നാണ് UDF-ന്റെ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് കോഴിക്കോട് DCC പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ നമ്മളോട് പ്രതികരിക്കുന്നു. ഇപ്പോൾ 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം UDF കരിദിനമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പൊതുവെയുള്ള മന്ത്രിമാരുടെയും MLA-മാരുടെയും LDF-ന്റെ MLA-മാരുടെയും പൊതുവെ സർക്കാരിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സീറോ മാർക്കാണ് മന്ത്രിമാർക്കും ഇടതുപക്ഷ MLA-മാർക്കും സർക്കാരിനും. കാരണം കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം ഓരോ മേഖലയും താർന്നൂടെ കഴിഞ്ഞ 5 വർഷക്കാലത്തിടയ്ക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ 9 വർഷക്കാലത്തിടയ്ക്ക് പിണറായി സർക്കാർ, 1ാം പിണറായി സർക്കാർ 2% കൊണ്ടുവന്നു ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പേര് പറയട്ടെ. കോഴിക്കോട്ട് എന്ത് കൊണ്ടുവന്നു? കർഷകരുടെ നാടാണ്. കാർഷിക മേഖല ഒരുപാടുള്ള സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിൽ. മലയോര മക്കൾ ഇന്ന് പട്ടിണിയിലാണ്. കാർഷിക വിളകൾക്ക് വിലയില്ല. ഉള്ള വിളകൾ സംഭരിക്കുന്നില്ല. വന്യജീവിയുടെ ഭീഷണിയുടെ നടിയിലാണ് മലയോര മക്കൾ ജീവിക്കുന്നത്. കോഴിക്കോട് കടലോരത്തിന്റെ നാടാണ്. കടലോരത്ത് മത്സ്യബന്ധനം നടക്കുന്നില്ല. മണ്ണെണ്ണയുടെയും ഡീസലിന്റെയും വിലവർദ്ധന കൊണ്ട് അവരും ജീവിക്കാൻ ബുദ്ധിമുട്ട്. 1600 രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ. ആ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നില്ല. 1600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ചക്കിട്ടപ്പാറയിലെ ജോസഫ് ഏട്ടൻ ആത്മഹത്യ ചെയ്തു. ഈ ജില്ലയിൽ ഒത്തിരി ജോസഫ് ഏട്ടന്മാർ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നു. ലൈഫ് മിഷൻ പദ്ധതി തകർന്നു തരിപ്പണമായി. ലൈഫ് മിഷൻ പദ്ധതി വരുന്നത് വരെ മത്സ്യത്തൊഴിലാളികൾക്കും പട്ടികജാതി സഹോദരന്മാർക്കും വീട് കൊടുക്കാൻ പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. ഇതെല്ലാം ചേർത്ത് ലൈഫ് മിഷനാക്കി. ലൈഫ് മിഷന് ലൈഫ് ഇല്ലാതായി മാറി. അതുമാത്രമല്ല, അഴിമതി കുടികൊത്തു വാഴുകയാണ്. ഇവിടുന്നുള്ള മന്ത്രിയാണ് റിയാസ്. റിയാസിന്റെ മണ്ഡലത്തിൽ എന്താ നടന്നത്? 2-3 ഫെസ്റ്റ് നടത്തി. എന്തായിരുന്നു ഫെസ്റ്റിന്റെ ബൈ പ്രൊഡക്റ്റ്? കുറെ കമ്പനികളുടെ ഇവിടുന്ന് പണം പിരിച്ചു. കണക്ക് വെച്ചോ? സർക്കാരിൽ നിന്നും ഒരുപാട് ഫണ്ട് മാറ്റിവെച്ചു. എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെലവാക്കിയത്? എന്തെങ്കിലും കണക്ക് വെച്ചോ? ഇല്ല. ഒട്ടനവധി മേൽപ്പാലങ്ങൾക്ക് പെയിന്റ് അടിച്ചു. എത്രയാ അടിച്ചു മാറ്റിയത്? സ്വർണം കൊണ്ടല്ലോ പെയിന്റ് അടിക്കുന്നത്. സാധാരണ പെയിന്റ് അല്ലേ? പെയിന്റ് അടിച്ചിട്ട് പണം അടിച്ചു മാറ്റുകയാണ് അല്ലേ? പിന്നീട് അദ്ദേഹം ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയാണ്. എന്ത് ടൂറിസം പദ്ധതിയാണ് കൊണ്ടുവന്നത്? കോഴിക്കോട്ടെ നമ്പർ 1 ടൂറിസം ആണ് കാപ്പാട്. ഇരിങ്ങൽ എന്ത് കൊണ്ടുവന്നു? അവിടെ എന്ത് മാറ്റം കൊണ്ടുവന്നു? കാപ്പാട് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ചരിത്രത്തിൻ്റെ കാപ്പാട്. ഇരിങ്ങൽ എന്ത് കൊണ്ടുവന്നു? പൊതുമരാമത്തിലാണെങ്കിൽ ഇവിടെ എന്താ പുതിയ കെട്ടിടം വന്നത്? PWD വകുപ്പിൽ ഡയറക്റ്റ് എക്സിക്യൂഷനിൽ ഏറ്റവും കൂടുതൽ പ്രവൃത്തി കൊടുത്ത കാലഘട്ടമാണ് റിയാസിന്റെ കാലഘട്ടം. അത് കൊടുത്തത് പല സൊസൈറ്റികൾക്കുമാണ്.
ചില സൊസൈറ്റികൾ കടലാ സൊസൈറ്റികളാണ്. സൊസൈറ്റികൾക്ക് പണം പ്രവർത്തി കൊടുത്താൽ 10% റേറ്റ് കൂടുതലിടാം. ആ റേറ്റ് ഇവർക്കും ഇവർ പാർട്ടിക്കുമാണ്. കരാറുകാരെന്നുള്ള വിഭാഗത്തെ തകർത്തു കഴിഞ്ഞു. അവർക്ക് ഫർക്ക് കിട്ടുന്നില്ല. മുമ്പൊക്കെ ടെൻഡർ വിളിച്ച് ഹയസ്റ്റ് ബിഡറിന് പ്രവൃത്തി കൊടുത്ത സമ്പ്രദായം മാറ്റി ഡയറക്റ്റ് എക്സിക്യൂഷനിലൂടെ കടലാസ് സൊസൈറ്റികൾക്ക് പ്രവൃത്തി കൊടുത്ത് അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങും. ഈ കഴിഞ്ഞ 4 കൊല്ലത്തെയും വിശിഷ്ട കഴിഞ്ഞ 9 വർഷക്കാലത്തെയും പിണറായി വിജയന്റെ കോഴിക്കോട് ജില്ലയിലെ നേട്ടം എന്ന് പറഞ്ഞാൽ ചില CPM നേതാക്കളുടെ അമിതമായ സ്വത്ത് സമ്പാദനം മാത്രമാണ്. എല്ലാ CPM നേതാക്കളും അഴിമതിക്കാരാണ്, കള്ളന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു വലിയ കൂട്ടം CPMകാർ LC മുതൽ ജില്ല വരെ നാട് നന്നാക്കുന്നതിനേക്കാളും പാർട്ടി നന്നാക്കുന്ന താല്പര്യം സ്വന്തം പോക്കറ്റ് ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ബാലുശ്ശേരിയിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഒരു കോറിക്കാരനോട് ചോദിച്ച കൈക്കൂലി 2 കോടി രൂപയാണ്. നിസ്വാർത്ഥരായ നേതാക്കൾ ഇപ്പോഴും CPMിലുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ മാറ്റിവെക്കുന്നില്ല, അവരുണ്ട്. പക്ഷേ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ജില്ലയിലെ നേതാക്കൾ വരെ ഒരു കച്ചവടമാക്കി ഈ ഭരണത്തെ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആവശ്യപ്പെട്ടത്, ജില്ലയിലെ കോൺഗ്രസ് ജനിച്ച അന്ന് മുതലുള്ള നേതാക്കളുടെ സ്വത്ത് വെളിപ്പെടുത്താം. CPM നേതാക്കൾ തയ്യാറാവുമോ? ഞങ്ങൾ പറയുന്ന നേതാക്കളുടെ സ്വത്തുക്കൾ വെളിപ്പെടുത്താൻ തയ്യാറാവുമോ? CPM നേതാക്കൾക്ക് പണമുണ്ടാക്കാനുള്ള അവസരമുണ്ടായി എന്ന് തൊഴിച്ചാൽ ഇവിടുത്തെ നേട്ടം വട്ടപ്പൂജ്യമാണ്. ദേശീയപാത തങ്ങളുടേതാണെന്ന് പറഞ്ഞ് മത്സരിച്ച് ഫ്ലക്സ് വെച്ചവർ ഇവിടെ ഇന്ന് മലപ്പുറത്ത് മാത്രമല്ല, കൊയിലാണ്ടിയിൽ കുന്നിയോറമലയിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും വലിയ ഭീഷണിയിലാണ്. നിങ്ങൾ ദേശീയപാതയിലൂടെ സഞ്ചരിച്ചാൽ മനസ്സിലാക്കും, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇടിയുമോ എന്ന ഭീഷണിയുമുണ്ട്. നിർമ്മിക്കപ്പെട്ട റോഡുകളുടെ സുരക്ഷിതത്വത്തിനും വലിയ അപാകതയുണ്ട്. എന്റേതാണെന്ന് അവകാശം സ്ഥാപിക്കാൻ മത്സരിക്കുന്ന കേന്ദ്രവും കേരളം ഭരിക്കുന്ന പാർട്ടിക്കാർ ഉറപ്പുവരുത്തുന്ന സുരക്ഷയായിരുന്നു. ഇപ്പോൾ വെച്ച ഫ്ലക്സ് ഒക്കെ എടുത്ത് മാറ്റിയല്ലോ. ആരാണെന്ന് പറയട്ടെ.